ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞാൻ വന്നിട്ടുള്ളത് സദ്യ റെസിപ്പീസുമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 2 പച്ചടിയുടെ റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ അളവ് കൂടി പോകരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 4 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഓപ്ഷണലാണ്, അപ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് അരപ്പിൽ ചേർക്കുകയാണെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു അരപ്പ് തന്നെയാണ് 2 പച്ചടിയിലും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പച്ചടി റെഡിയാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു രണ്ടിലെയും ടേസ്റ്റ് ഒന്നാണ്, പക്ഷേ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കാണാൻ കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായ ശേഷം പിന്നെ ഇതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ അരച്ചെടുത്ത മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അരപ്പിൻ്റെ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ആദ്യം 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കട്ട തൈരാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി തൈരൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലുള്ള ഉപ്പൊന്ന് ചെക്ക് ചെയ്തെടുത്തിട്ട്, അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചുകൂടി തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അത് നമ്മുടെ ക്യാരറ്റ് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് പപ്പായ പച്ചടിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതും നമുക്ക് സിമ്പിളായിട്ട് വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ പപ്പായ പച്ചടി റെഡിയാക്കാനായിട്ട് ഞാൻ 2 മീഡിയം സൈസുള്ള പപ്പായ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പോൾ പച്ചമുളക് ഈ ഒരു സമയത്ത് ചേർക്കുന്നെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അരപ്പിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. 2 വിസിലൊക്കെ മതിയാവും. അപ്പോൾ നമ്മുടെ പപ്പായ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിലേക്കും അരപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. പച്ചമുളക് ഞാനിത് പപ്പായ വേവിക്കുന്ന സമയത്ത് ഇട്ടതുകൊണ്ട് പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. ഇനി അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പിൻ്റെ സ്മെല്ലൊന്ന് മാറുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൈര് ഒന്ന് ഉടച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തൈരൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വറവിട്ട് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ച് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ നേരത്തെ ചെയ്തത് കാണിച്ചതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. എന്നിട്ട് ഇത് നമ്മുടെ പപ്പായ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം.
അപ്പോൾ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.